Hello friends, ഈ വീഡിയോയിലെ പോലെ എങ്ങനെ ഒരു ഫേക്ക് ഡ്രോൺ ഫുട്ടേജ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഹലോ, ഇതാണ് നമ്മുടെ ഡ്രോൺ ക്യാമറ ആയിട്ട് ഉപയോഗിച്ച Insta360 ക്യാമറ. ഇത് എക്സ്റ്റെൻഡബിൾ സെൽഫി സ്റ്റിക്കാണ്. ഇത് 3 മീറ്റർ വരെ നീളത്തിൽ പോകുന്ന സെൽഫി സ്റ്റിക്കാണ്. സിമ്പിളാണ് പരിപാടി. ഇതിൽ ത്രെഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, തിരിച്ച് പോകരുത്. അതിനുശേഷം നമുക്ക് ഈ സംഭവം പോയില്ല അതെന്താണെന്നറിയോ, ലൂസാക്കണം. ഇത് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, 3 മീറ്റർ ഇതാണ് ക്യാമറ. 360 ക്യാമറയാണ്. ഒരുപാട് ഇപ്പോൾ സഞ്ചാരികളിലൊക്കെ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്യുന്നതിൽ സെൽഫി സ്റ്റിക്ക് കാണാതെ തന്നെ എങ്ങനെ എടുക്കുന്നതൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ആപ്പ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നതാണത്. ഈ ക്യാമറയ്ക്ക് വില വരുന്നത് 1500 ദിർഹം, ഏകദേശം 28,000 രൂപയാണ് വരുന്നത്. ഞാൻ ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തേക്കുന്നത് പവർ ഡയറക്ടർ ഉപയോഗിച്ചിട്ടാണ്, സൈബർ ലിങ്കിൻ്റെ. അതിൻ്റെ വാട്ടർമാർക്കോ ഒന്നും ഇല്ലാത്തൊരു വേഷം വേണമെങ്കിൽ ടെലഗ്രാമിൽ ഇൻസ്റ്റാ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഗോപ്രോനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഗോപ്രോയിനേക്കാളും ഒരുപാട് ഗുണങ്ങളുള്ളൊരു ക്യാമറയായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഫോട്ടോസോ വീഡിയോസോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഈ ക്യാമറയിൽ. ഇതിൻ്റെ ആപ്പിൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഒരു ഏകദേശം 50 ഫോട്ടോസോളം 360 ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ സർട്ടിഫൈഡ് ഗൂഗിൾ സ്ട്രീറ്റ് പേഴ്സൺ ആവും. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്യാമറയാണിത്. ഇതിനൊരു ഡൈവ് കേസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യാം. ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സാധനം. ഇതിൻ്റെ വേറൊരു സ്റ്റിക്ക് ഉണ്ട്, ഇത്രയുള്ളൊരു സ്റ്റിക്ക്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്ന ക്യാമറയാണിത്. നമ്മൾ വീഡിയോ ഓണാക്കി നമ്മൾ ചുമ്മാ നടന്നു പോകണം, നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട. നമ്മൾ ഒരേ സമയം ആ വ്യൂവും ഈ വ്യൂവും ബാക്കിലെ വ്യൂവും എല്ലാം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും മിസ്സാവും എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. നേരത്തെ കാണിച്ച ഫുട്ടേജിന്റെ ഓപ്പോസിറ്റ് പോർഷനാണ് കാണിച്ചേക്കുന്നത്. അതിലൊരു ബ്ലാക്ക് സ്പോട്ട് കണ്ടോ, അത് ആ സെൽഫി സ്റ്റിക്ക് ഹൈഡ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ലൈനും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഫൈനൽ വീഡിയോയിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.